എല്ലാവർക്കും സിനിമാ മേനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ സോംബി പടങ്ങൾ കാണാറുണ്ട്. അതിലെല്ലാം കണ്ടുവരാറുള്ള ഒരു കാഴ്ചയാണ് നായകൻ അല്ലെങ്കിൽ നായിക സോംബികൾക്കെതിരെ പൊരുതുന്നു, ലോകത്തെ രക്ഷിക്കുന്നു. ഈ ഒരു സംഭവമാണ് കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ സോംബികൾക്കൊരു കഥ പറയാനുണ്ടായിരിക്കുമെന്ന്, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്? അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സിനിമയാണ് നമ്മളുടെ ഇന്നത്തെ സിനിമ. ഈ സിനിമയിൽ വില്ലന്മാര് സോംബികളല്ല, മനുഷ്യരാണ്. അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുമാത്രമല്ല, ഈ ഒരു കഥ നടക്കുന്നത് മൊത്തം ഒരു ഗ്രാമത്തിലാണ്. സാധാരണ ഇങ്ങനെയുള്ള സോംബി പടങ്ങളൊക്കെ നടക്കാറ് ഒരു സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ടൗണിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ ഒരു സിനിമ മൊത്തത്തിലൊരു ഗ്രാമത്തിലാണ് നടന്നു പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ടെറൈൻ തന്നെ വേറെയാണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് തായ്ലൻഡിലെ ഒരു ഗ്രാമത്തിൽ ഫുമെറ്റ്സു A44 എന്ന് പറയുന്ന ഒരു മാരക വൈറസ് പുറപ്പെടുന്നു. അതിനെ തുടർന്ന് കുറച്ച് ജൂനിയർ പട്ടാളക്കാര് സോംബികളായിട്ട് മാറുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു എൻ്റയർ സിനിമ. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾ കണ്ടറിഞ്ഞോ. പക്ഷെ സിനിമ കാണുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു സിനിമയിൽ മാരക വയലൻസാണ്. വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വയലൻസാണ്. അതുകൊണ്ട് തന്നെ വിഷ്വൽസ് കാണിക്കാനായിട്ട് എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും കാണിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ അടിച്ചു പോയി. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. നമ്മളുടെ കഥ നടക്കുന്നത് സെക്കൻഡ് വേൾഡ് വാർ സമയത്താണ്. തായ്ലൻഡിലെ ചെറിയൊരു വില്ലേജ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വില്ലേജ് എന്ന് പറയുമ്പോൾ ഒരു ഐലൻഡ് ആണ് കേട്ടാ. അതിനകത്താണെങ്കിൽ ധാരാളം പട്ടാളക്കാരുണ്ട്. അക്കൂട്ടത്തിലെ പട്ടാളക്കാരെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മോക്ക് മാത്രമല്ല, വേറെ കുറച്ച് ജൂനിയർ പട്ടാളക്കാരുണ്ട്. ഇവന്മാരാണെങ്കിൽ വൻ വൈബാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ പിള്ളേരെല്ലാവരും കൂടെ പ്രിപ്പയർഡ് ആയിട്ട് എങ്ങോട്ടോ പൊക്കോണ്ടിരിക്കുന്നത്. പോകുന്ന പോക്കൊക്കെ കണ്ടാൽ തോന്നും എന്തോ വലിയ മിഷൻ ചെയ്യാനാണ്. എന്നാ പോകുന്നത് കൂടെയുള്ളവൻ്റെ സീൻ പിടിക്കാനാ. ഇതിന് കാശ് വാങ്ങാനായിട്ട് നമ്മളുടെ മോക്കും. പിള്ളേര് വരുന്നു, ക്യാഷ് കൊടുക്കുന്നു, അവൻ്റെ സുഹൃത്തിൻ്റെ കുന്തളിപ്പങ്ങ് ലൈവായിട്ട് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ വരുന്നത്. ഡേയ്, എത്രക്കാണ് ഇവിടെ സീൻ പിടുത്തം? ഇത് കേട്ടേക്ക് ചോദിച്ചവൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കുന്നുണ്ട് മോക്ക്. നോക്കുമ്പോൾ ഇവൻ്റെ ക്യാപ്റ്റനാ. എന്താണ് എല്ലാവരും കൂടെ ഇവിടെ പരിപാടി? ഒന്നുമില്ല സാറേ, ഞങ്ങൾ ട്രെയിനിങ്ങിലാ. ഇത് കേട്ടേക്ക് 1.5 ട്രെയിനിങ് കാണാനായിട്ട് ക്യാപ്റ്റൻ ഫ്രണ്ടിലോട്ടങ്ങ് പോകുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, പിള്ളേരോടടാ ഓട്ടം. അതും ക്യാപ്റ്റൻ്റെ തലയിലോട്ടൊരു നെറ്റ് ഇട്ടിട്ട്. ക്യാപ്റ്റൻ പിന്നെ വെറുതെ ഇരിക്കുമോ, പിള്ളേരുടെ പിന്നാലെ വെച്ച് അങ്ങ് പിടിക്കുന്നുണ്ട്. സോ മൂക്കും പിള്ളേരും കുടുങ്ങാന്ന് മാത്രമല്ല, നല്ല ചുട്ട വെയിലത്ത് ബീച്ചിൽ വെച്ചിട്ട് വൻ പണിഷ്മെൻറ്റാ. അപ്പോഴാണ് ഒരു ഫുട്ബോൾ വരുന്നത്. പിന്നെ അവിടെ പണിഷ്മെൻറ്റും ഇല്ല, കോപ്പുമില്ല, ഒന്നുമില്ല, ഫുട്ബോൾ മാത്രം. അതും ക്യാപ്റ്റൻ്റെ ഒപ്പമാണ് ഇവന്മാർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ക്യാപ്റ്റനും പിള്ളേരും തമ്മിലുള്ള ബോണ്ട് എന്താന്ന്. സത്യം പറഞ്ഞാൽ സ്കൂളിനകത്ത് കുറേ ടീച്ചർമാരും മാഷുമാരും ഉണ്ടെങ്കിലും നമ്മളോട് അത്രയും ഫ്രീഡത്തിൽ പെരുമാറുന്ന ഒരു ടീച്ചറോ സാറോ ഉണ്ടാവും. അതാണ് ഈ ക്യാപ്റ്റൻ. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് മെക്കിനെയാണ്. നേരത്തെ പറഞ്ഞ മോക്കിൻ്റെ ചേട്ടനാണ് ഈ മെക്ക്. കൂടെ അവൻ്റെ ഗേൾഫ്രണ്ടായ പെന്നും ഉണ്ട് കേട്ടാ. ഈ പെന്നിനാണെങ്കിൽ ഞെട്ടിക്കുന്നൊരു ന്യൂസ് പറയാനുണ്ട്. അത് വേറൊന്നുമില്ല, അവൾ പ്രഗ്നൻ്റാ. എന്നാൽ ഇത് കേട്ടേക്ക് മെക്കാണെങ്കിൽ ഞെട്ടുന്നില്ല, മറിച്ച് ഹാപ്പി ആവുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഒരു റിങ്ങൊക്കെ കൊടുത്ത് അങ്ങ് പ്രപ്പോസ് ചെയ്യുന്നു. ഇവരിങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴാണ് ഒരു മീൻപിടുത്തക്കാരൻ അങ്ങോട്ടാകെ പേടിച്ച് വിറച്ച് ഇല്ലാണ്ടായിട്ട് വരുന്നത്. വരാന്ന് മാത്രമല്ല, അങ്ങേരൊരു കാര്യം പറയുന്നുണ്ട്. സർ, ഞാൻ മീൻ പിടിക്കാൻ പോയപ്പോൾ കുറേ ഷിപ്പുകൾ കണ്ടു, അതും ശത്രുക്കളുടെ ഷിപ്പുകൾ. ഇത് കേട്ടേക്ക് മെക്കിന് മനസ്സിലായി യുദ്ധം വരുന്നുണ്ടെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ജാപ്പനീസ് ആൾക്കാർ ഇവരുടെ സ്ഥലത്തോട്ട് വരുന്നത്. അതും ഇവരുടെ ഹയർ ഒഫീഷ്യൽസിനെ കാണാനായിട്ട്. നിങ്ങളുടെ ഗവൺമെൻറ് ഞങ്ങളെ സഹായിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഫൈറ്റ് ചെയ്യണം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങളുടെ നാടിനും അതൊരു ഗുണ എന്നും പറഞ്ഞ് ജാപ്പനീസുകാരൻ ഉണ്ടാക്കിയ ഒരു ബയോ വെപ്പൺ അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പുഴു പോലത്തെ ഒരു സംഭവം അവരുടെ സോൾജറിൻ്റെ വായിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നു. അപ്പം തന്നെ അങ്ങേരുടെ മുഖം മൊത്തം വല്ലാത്തൊരു വികൃത രൂപമായിട്ട് അങ്ങ് മാറുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ആരായാലും പേടിച്ചു പോവും. അങ്ങനെ ജാപ്പനീസുകാരൻ പറയാണ്, ഈ യുദ്ധത്തിൽ ജയിക്കാനായിട്ട് ഞാൻ കണ്ടുപിടിച്ച ബയോ വെപ്പണാണിത്. ഞാനിപ്പോൾ കാണിച്ചു തന്ന ഈ സോൾജറിനെ കൊണ്ട് പലതും സാധിക്കും. ഇത് കേട്ടേക്ക് ഇവിടുത്തെ ഒഫീഷ്യൽസ് ആണെങ്കിൽ അങ്ങ് യെസ് പറയുന്നുണ്ട്. ഇതേ സമയം മെക്കാണെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പൊക്കോണ്ടിരിക്കുക. അതിനു മുമ്പായിട്ട് അവൻ വീട്ടിലോട്ട് വരുന്നു. കൂടെ അവൻ്റെ കേണലും ഉണ്ടിട്ടാ. ഇവർ വന്നിരിക്കുന്ന മൂക്കിനെയും കൂടെ കൊണ്ടുപോകാനാ. എന്നാൽ മൂക്കിനാണെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നൊന്നും യാതൊരു താല്പര്യമില്ല. പുള്ളിക്കാരന് ഈ യുദ്ധം, പട്ടാളം ഇതൊന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാ. ചേട്ടനായ മെക്കിൻ്റെ ഒറ്റൊരാളുടെ നിർബന്ധം കാരണമാണ് പട്ടാളത്തിൽ ചേർന്നത്. അതുമാത്രമല്ല, കുടുംബം ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ പൈസ വേണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോക്കിൻ്റെ അമ്മയെ കാണിക്കുന്നത്. എന്താണ് സാറേ, മോക്കിനെയും കൂടെ കൊണ്ടുപോകാനാണോ വന്നിരിക്കുന്നത്? ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ജൂനിയർ സോൾജർമാരെ വരെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാനാ ഓർഡർ. നിങ്ങളുടെ ഒടുക്കത്തൊരു ഓർഡർ കാരണമാണ് ഇവരുടെ അച്ഛനെ എനിക്ക് നഷ്ടമായത്.
ഇനി എൻ്റെ മക്കളെ കൂടെ ഞാൻ കുരുതി കൊടുക്കണമല്ലേ? ഇതൊക്കെ കേട്ടിട്ട് ഈ കേണലിനാണെങ്കിൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല. അതേസമയം മോക്കാണേലോ നൈസായിട്ട് നാട് വിടാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മെക്കാണെങ്കിൽ കയ്യോടെ പിടിച്ചു. എന്ത് വന്നാലും ഓടി രക്ഷപ്പെടുക, ഇതല്ലാണ്ട് നിനക്ക് എന്തേലും അറിയോ? ചെറുപ്പം മുതൽ ഞാൻ കാണുന്നതാ, നിനക്കെല്ലാം വേണം, എന്നാൽ അതിനോടൊന്നും ഫൈറ്റ് ചെയ്യാൻ വയ്യ. എൻ്റെ പൊന്നുമൊക്കെ നീ പറയുന്ന പോലെ നേഷൻ എന്ന് പറയുന്ന സാധനം എനിക്ക് ആവശ്യമില്ല. എൻ്റെ അമ്മ, നീ, പെൻ ഇവരോടൊപ്പം ജീവനോടെ ഉണ്ടാവുക, ഇത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. എന്നാ നീ കേട്ടോ, പെന്ന് മാത്രമല്ല കൂടെ എൻ്റെ കുഞ്ഞുണ്ട്. പിന്നെ നീ പറയുന്ന നേഷൻ, അതാണ് എൻ്റെ കുടുംബം. നിനക്ക് ഓടാം, ഓടാണ്ടിരിക്കാം, ലൈഫിൽ എപ്പോഴേലും ഫൈറ്റ് ചെയ്യാൻ പഠിക്കുക. ഇത് കേട്ടേക്ക് മോക്കാണെങ്കിൽ ഒരു തീരുമാനം എടുത്തു, രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങ് ഫൈറ്റ് ചെയ്യാൻ. അങ്ങനെ ശത്രുക്കൾ വന്നു, യുദ്ധം തുടങ്ങി. ഇവരെ സഹായിക്കാനായിട്ട് ജാപ്പനീസ് ആർമിയുണ്ട്. എന്നാൽ ഇവരുടെ കയ്യിലാണെങ്കിൽ ഒരു ക്രേറ്റ് ഉണ്ട്. എന്തു വന്നാൽ ഈ ഒരു ക്രേറ്റിനൊന്നും സംഭവിക്കാൻ പാടില്ല എന്നാണ് ജാപ്പനീസ് ആർമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്രേറ്റ് ചുമന്നുകൊണ്ട് വരുന്നവരെ ശത്രുക്കൾ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. ഇതേസമയം മോക്കിനെയും പിള്ളേരെയും കാണിക്കുന്നുണ്ട് കേട്ടാ. വെടിവെപ്പും ആളെ കൊല്ലലും ഒക്കെ കൂടെ കണ്ട് പിള്ളേരാണെങ്കിൽ പേടിച്ചു വിറച്ച് ഒളിച്ചിരിക്കേ. അതുമാത്രമല്ല വല്ലാണ്ട് പാനിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മോക്ക് ഒന്നും നോക്കിയില്ല, അങ്ങ് ഓടാൻ ആരംഭിക്കുന്നു. അവനെ ഫോളോ ചെയ്ത് ബാക്കിയുള്ള പിള്ളേരും. അങ്ങനെ യുദ്ധം തൽക്കാലത്തിന് ശാന്തമാവുന്നു. അവിടെയാണെങ്കിൽ ആകെ ശവങ്ങൾ മാത്രമാണ്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ക്രേറ്റിനകത്തുനിന്ന് ജാപ്പനീസുകാരൻ കാണിച്ച വികൃത രൂപമുള്ള സോൾജിയർ അങ്ങ് പുറത്ത് കിടക്കുന്നത്. ഇതാണെങ്കിൽ നമ്മളുടെ പിള്ളേരുടെ നേർക്ക് പൊക്കോണ്ടിരിക്കേ. പിള്ളേരാണേലോ ഓടി ഓടി ഏതൊരു കാട്ടിലെത്തിയിട്ടുണ്ട്. ഈ സോംബി പട്ടാളക്കാരനാണെങ്കിൽ ഗ്രൂപ്പിൽ ഓരോരുത്തരെ അങ്ങ് കൊണ്ടുപോകുന്നു. സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.5 സ്പീഡാ. അതുമാത്രമല്ല കൊണ്ടുപോയവരിൽ ചിലരുടെ തലയും ഉടലും വേറെയാക്കുന്നു. അത്രയും കൊടൂരമായിട്ടുള്ള കാഴ്ചകളാണ് മോക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജൂനിയർ പട്ടാളക്കാരുടെ ഗ്രൂപ്പിൽ മോക്ക് മാത്രമായി. പിന്നെ പോരാത്തിന് മോക്കാണെങ്കിൽ ചളിക്കുണ്ടിലോട്ട് വീണ് താഴ്ന്നു പൊക്കോണ്ടിരിക്കേ. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ മോക്ക് മുഴുവനായിട്ടും താഴ്ന്നു പോകുന്നു. അപ്പോഴാണ് കുറച്ച് കൈകൾ വന്നിട്ട് അവനെ അങ്ങ് പിടിച്ചുയർത്തുന്നത്. വന്നിരിക്കുന്ന വേറെ ആരുമില്ല, അവൻ്റെ കൂട്ടുകാരായ ജൂനിയർ പട്ടാളക്കാരാ. എന്നാൽ ഇവരെല്ലാവരും മറ്റേ വൈറസ് ബാധിച്ച ജാപ്പനീസ് പട്ടാളക്കാരൻ കാരണം ഇൻഫെക്റ്റ് ആയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സോംബീസ് പോലെയുള്ള ക്രീച്ചേഴ്സ് ആയിരിക്കുന്നു. അവന്മാരാണെങ്കിൽ മോക്കിനെയും പിടിച്ചിട്ടുണ്ട്. സോ ലെവൻ്റെ കാര്യത്തിലും ഇത് തന്നെയായിരിക്കും വിധി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീസ് ഫയർ വരുന്നത്, അതായത് യുദ്ധം നിർത്തിവെച്ചിരിക്കുന്നു. അത് മാത്രമല്ല ജപ്പാനും തായ്ലൻഡും ഇനി അങ്ങോട്ട് ഒരുമിച്ചായിരിക്കും പോരാടുക. അതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ യുദ്ധത്തിന്റെ ഡാമേജ് എത്രത്തോളം ഉണ്ടെന്നുള്ള സർവേ നടത്താൻ പറഞ്ഞിരിക്കുകയാണ് ഗവൺമെന്റ്. അങ്ങനെ ഇതിനായിട്ട് കുറച്ച് പട്ടാളക്കാർ പോകുന്നുണ്ട് വലിയൊരു പറമ്പിലേക്ക്. എന്നാൽ അവിടെയാണെങ്കിൽ സകലമാന ജന്തുക്കളും ചത്ത് കിടക്കുന്നുണ്ട്. ഇവരാകെ പേടിച്ചു വിറച്ച് ഇല്ലാണ്ടായിട്ടിരിക്കേ. അപ്പോഴാണ് ഒരു സൗണ്ട്. വേറെ ആരുമല്ല, നമ്മളുടെ പിള്ളേരാ. ഇവരാണെങ്കിൽ പട്ടാളക്കാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചീറിപ്പാഞ്ഞ് വന്നുകൊണ്ടിരിക്കേ. ഇത് കണ്ടേക്ക് പട്ടാളക്കാരാണേലോ തോക്കെടുക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ യാതൊരു കാര്യമില്ല. കുറെ ബുള്ളറ്റ് വേസ്റ്റ് ആവുന്നു എന്നല്ലാണ്ട് നമ്മളുടെ പിള്ളേർക്കൊന്നും സംഭവിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞ ബുള്ളറ്റ് എന്ന് പറയുന്ന സാധനമൊന്നും അവരുടെ രോമത്തിൽ തൊടില്ല. പെട്ടെന്നാണ് ഇവന്മാരെ അങ്ങ് കാണാണ്ടാവുന്നത്. ഇത് കണ്ടേക്ക് എല്ലാ പട്ടാളക്കാരും കൂടെ അവർക്ക് വേണ്ടിയിട്ട് സെർച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ ഇവർ പോലും അറിയാണ്ട് അവരുടെ ക്യാപ്റ്റനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പിള്ളേര്. അക്കൂട്ടത്തിൽ നമ്മളുടെ മൂക്കൊണ്ടിട്ടാ. ഇവരുടെ ഒരു പെരുമാറ്റവും ചേഞ്ചസും ഒക്കെ കൂടെ കണ്ടിട്ടാകെ പേടിച്ചിട്ടിരിക്കുകയാണ് മുഴുവൻ പട്ടാളക്കാരും. അങ്ങനെ മോക്കും ടീംസും അവിടെയുള്ള എല്ലാത്തിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാക്കുന്നുണ്ട്. ഇതേസമയം മെഡിക്കൽ ക്യാമ്പ് കാണിക്കുന്നുണ്ട് കേട്ടാ. അവിടെയാണെങ്കിൽ യുദ്ധത്തിൽ പരിക്ക് പറ്റിയവരുടെ ഘോഷയാത്രയാണ്. അപ്പോഴാണ് അങ്ങോട്ട് സാക്കിനെ കണ്ടോന്നും ചോദിച്ച് ഒരമ്മയും കുഞ്ഞും വരുന്നത്. ഇപ്പറഞ്ഞ സാക്ക് വേറെ ആരുമില്ല, നമ്മളുടെ മോക്കിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പട്ടാളക്കാരനാ. അതായത് വൈറസ് ബാധിച്ച പട്ടാളക്കാരൻ. ഇവളുടെ ഒരു പാനിക്കാവലൊക്കെ കണ്ടിട്ട് പെന്നാണെങ്കിൽ കുറെ സമാധാനിപ്പിക്കുന്നുണ്ട്. പെണ്ണ് ഇവിടുത്തെ നഴ്സാണ് കേട്ടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ പറമ്പിലോട്ട് മെക്ക് വരുന്നത്. അവിടെയാണെങ്കിൽ കുറെ കയ്യും കാലും ശവങ്ങളൊക്കെ ആയിട്ട് ഒരു ചോരക്കളിയാ. അതുമാത്രമല്ല ഒരു കൊച്ചുകുട്ടിയുടെ ഡെഡ് ബോഡി അടക്കം അവിടെയുണ്ട്. അതൊക്കെയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ്, കാണാൻ കൂടെ പറ്റില്ല. അത്രയും മാരക അവസ്ഥയിലാണ് കിടക്കുന്നത്. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ വിചാരം യുദ്ധം കാരണമാണ് ഈ ശവങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നതെന്നാണ്. അപ്പോഴാണ് കുഴിക്കകത്തുനിന്ന് ഒരു ജൂനിയർ പട്ടാളക്കാരനെ മെക്ക് കാണുന്നത്. ഈ ജൂനിയർ പട്ടാളക്കാരനാണെങ്കിൽ കുടുങ്ങിയിരിക്കേ. എത്ര ശ്രമിച്ചിട്ടും മേളിലോട്ട് കയറി വരാൻ പറ്റുന്നില്ല. ഇതൊക്കെ കണ്ടാ മെക്ക് പിന്നെ വെറുതെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. അവൻ അങ്ങ് താഴോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. എന്നാൽ അതൊരു ചുമ്മാ ജൂനിയർ പട്ടാളക്കാരനായിരുന്നില്ല. ഇൻഫെക്റ്റായിട്ട് മുഖം പോലും ഇല്ലാത്ത സോംബി പട്ടാളക്കാരനായിരുന്നു. ഇത് കണ്ടേക്ക് മെക്കാണെങ്കിൽ പേടിച്ചിട്ടിരിക്കേ. അത് മാത്രമല്ല ഈ സോംബി പട്ടാളക്കാരൻ മെക്കിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നു. മെക്ക് അപ്പം തന്നെ ഒരു കമ്പെടുക്കുന്നു, അവൻ്റെ തലയിലോട്ട് അങ്ങ് കയറ്റുന്നു. എന്നാൽ യാതൊരു കാര്യമില്ല. അങ്ങനെ ഒരു വിധത്തിൽ മുകളിലോട്ട് കയറുന്നുണ്ട് മെക്ക്. എന്നാൽ ഇങ്ങേരാണെങ്കിൽ പിന്നെയും പിടിച്ച് താഴോട്ടിടാൻ നോക്കിക്കൊണ്ടിരിക്കേ. അപ്പോഴാണ് എന്തോ ഒരു ഭാഗ്യത്തിന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പ് കിട്ടുന്നത്.
അതും കൊണ്ട് ഒരൊറ്റയടി. എന്നാൽ ചെറിയൊരു സ്പാർക്ക് മാത്രമാണ് വരുന്നത്. പക്ഷേ അത് മതി. ഒരിറ്റ് സ്പാർക്ക് കൊണ്ട് ആ സോംബി അങ്ങ് കത്തി ജ്വലിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാകെ കിളി പറന്നിരിക്കുകയാണ് നമ്മളുടെ മെക്ക്. അങ്ങനെ മെക്ക് നടന്ന കാര്യങ്ങളൊക്കെ ക്യാപ്റ്റനോടും കേണലിനോടും ജാപ്പനീസ് ഡോക്ടറോടും പറയുന്നുണ്ട്. ഈ ഡോക്ടർ എന്ന് പറയുന്നത് മറ്റേ ഫസ്റ്റ് സീനിൽ കണ്ട ബയോ വെപ്പൺ ഉണ്ടാക്കിയ മനുഷ്യനുണ്ടല്ലോ, അങ്ങേര് തന്നെയാണ് കേട്ടാ. അങ്ങേരാണെങ്കിൽ ഇത് കേട്ടേക്ക് എവിടെ വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അങ്ങേരുടെ അടുത്താണെങ്കിൽ ഒരു ക്രേറ്റും ഉണ്ട്. ഇതേ സമയം ഒരു ബീച്ച് കാണിക്കുന്നുണ്ട് കേട്ടാ. അവിടെയാണെങ്കിൽ വെറും ചോര മാത്രം. ഇവർ പിടിച്ചുകൊണ്ട് വന്ന മനുഷ്യർ, മൃഗങ്ങൾ എല്ലാത്തിനെയും ഭക്ഷിച്ച് എല്ല് മാത്രം ബാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ മോക്കിനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഉള്ളിലോട്ട് കുറേ ഭക്ഷണം ചെന്നോണ്ടാണോ എന്നൊന്നും അറിയില്ല, എവിടെയൊക്കെ ഒരു കൺട്രോള് അല്ലെങ്കിൽ താൻ ആരാണെന്നുള്ള തിരിച്ചറിവ് അവനക്ക് കിട്ടുന്നുണ്ട്. അവന് മാത്രമല്ല, ബാക്കിയുള്ള ജൂനിയർ പട്ടാളക്കാർക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തെടുക്കാൻ മോക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ആ പറമ്പിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ. ആ ഒരു പറമ്പിനകത്തൊരു കുട്ടിയുടെ ഡെഡ് ബോഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ ഭക്ഷിച്ചില്ലാണ്ടാക്കിയത് മോക്ക. അതൊക്കെ ആലോചിച്ച് പുള്ളിക്കാരനാണെങ്കിൽ ആകെ കിളി പറന്നിട്ടിരിക്കുന്നുണ്ട്. അവൻ മാത്രമല്ല, ബാക്കിയുള്ളവരും. ഇവരെല്ലാവരും നടന്നതൊക്കെ ആലോചിച്ച് അലറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ ഡോക്ടറിനെ കാണിക്കുന്നത്. അങ്ങേരാണെങ്കിൽ വലിയൊരു ബുക്ക് എടുക്കുന്നുണ്ട്. അതും ഡോക്ടറിന്റെ റിസർച്ച് ബുക്ക്. ഫുമെറ്റ്സു A44 എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് ഇവരുടെ ദേഹത്തൊക്കെ പടർന്ന് പിടിച്ചിട്ടുള്ളത്. അത് ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കിയത് എലികളിലാണ്. അവരാണെങ്കിൽ ഭയങ്കരമായിട്ട് അഗ്രസീവായിരുന്നു. അത് മാത്രമല്ല, കാനിബലിസത്തിന്റെ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ പരീക്ഷണത്തിന്റെ 2ാം ഘട്ടത്തിൽ എലികൾക്ക് എന്തൊക്കെയോ ചേഞ്ചസ് വരാൻ തുടങ്ങി. അവരൊന്നുകൂടെ സ്ട്രോങ് ആയി, ഫാസ്റ്റായി. ചുരുക്കി പറഞ്ഞ നമ്മളുടെ ജൂനിയർ പട്ടാളക്കാരെ പോലെ. പക്ഷെ ഡോക്ടറിനെ ഞെട്ടിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ആ എലികൾ തൻ്റെ ഇരകൾക്ക് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിരുന്നില്ല. അതിനർത്ഥം അവർക്ക് എവിടെയൊക്കെയോ ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടായിരുന്നു. അതേ സെൽഫ് കൺട്രോൾ തന്നെയാണ് ജൂനിയർ പട്ടാളക്കാർക്കും. എന്നാൽ അത് എത്ര നേരം നിൽക്കുന്നുള്ളത് ഡോക്ടറിനറിയില്ല. ചുരുക്കി പറഞ്ഞ അങ്ങേർക്ക് അധികമൊന്നും റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളുടെ പിള്ളേരാണെങ്കിൽ ചെയ്തു കൂട്ടിയതൊക്കെ ആലോചിച്ച് അവർ പറമ്പിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ മുഴുവൻ ശവങ്ങളാണ്. അത് മാത്രമല്ല, ആ കുട്ടിയുടെ ബോഡി കണ്ടിട്ട് മോക്കാണെങ്കിൽ കരയാൻ തുടങ്ങുക. അത്രയും കുറ്റബോധത്തിലാണ് അവരോരോരുത്തരും. അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. എപ്പോൾ നോക്കിയാലും വിശപ്പ്. അത് കൺട്രോൾ ചെയ്യാൻ ഒരു പരിധി വരെ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ കൺട്രോൾ വിട്ടാൽ അവർ പോലും അറിയാണ്ട് ഓരോരുത്തരെ കൊന്നൊടുക്കും. അതിൽ ചിലരാണെങ്കിൽ ഇവരെ പോലെ ഇൻഫെക്റ്റ് ആവുകയും ചെയ്യും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കൺട്രോൾ കിട്ടുമ്പോൾ താൻ ചെയ്തു കൂട്ടിയതൊക്കെ ഓർമ്മയിലോട്ട് വരുമ്പോൾ അതിനേക്കാൾ മാരകമായിട്ടുള്ളൊരവസ്ഥ വേറെ ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ മോക്കിന് ആ പറമ്പിൽ നിന്ന് മെക്കിൻ്റെ മാല കിട്ടുന്നത്. ഇത് കണ്ടേക്ക് മെക്കിന് എന്തേലും താൻ കാരണം പറ്റിയിട്ടുണ്ടാവുമെന്നും വിചാരിച്ച് ദേഷ്യം പിടിച്ച് അങ്ങ് അലറുന്നുണ്ട്. അവന് പിന്നാലെ ബാക്കിയുള്ളവരും. ഇതേ സമയം മെക്കാണേലോ പെന്നിൻ്റെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെയുള്ള പട്ടാളക്കാരെയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ അതിലൊന്നും മോക്കില്ല. അത് കണ്ടേക്ക് പുള്ളിക്കാണെങ്കിൽ അങ്ങ് ആശ്വാസമാവുന്നുണ്ട്. മെക്കിൻ്റെ വിചാരം യുദ്ധം പേടിച്ച് മോക്ക് നാട് വിട്ടുന്ന. ഒരു കണക്കിന് പറഞ്ഞാൽ നാട് വിടലായിരുന്നു നല്ലത്. കാരണം അത്രയും ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പട്ടാളക്കാരൻ ഒരു കാര്യം പറയുന്നത്. സർ, നിങ്ങളുടെ അനിയൻ ബാക്കിയുള്ള ജൂനിയർ പട്ടാളക്കാരുടെ കൂടെയുണ്ട്. ഇത് കേട്ടേക്ക് മെക്കാണെങ്കിൽ അങ്ങ് ഞെട്ടിത്തരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ഡോക്ടറും ജാപ്പനീസ് പട്ടാളക്കാരും ക്യാപ്റ്റനെയും കേണലിനെയും മെക്കിനെയും വിളിപ്പിക്കുന്നത്. അതും ഡോക്ടറിന്റെ റിസർച്ചിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. ആ സമയത്താണ് ലിയെ കാണിക്കുന്നത്. അവനാണെങ്കിൽ 2 ജാപ്പനീസ് പട്ടാളക്കാരെ കൊന്നൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ ജോലിയായിരുന്നു ആ ക്രേറ്റ് സംരക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ അവരെ കൊണ്ട് അതിന് സാധിച്ചില്ല. സോ അവരെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. ഇനി ലിയ ആരാണെന്നും എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ നമ്മളുടെ ഡോക്ടർ പറയാണ്, ഈ ക്രേറ്റിൽ നിന്നും രക്ഷപ്പെട്ടു പോയത് ഞങ്ങൾ ഉണ്ടാക്കിയൊരു ബയോളജിക്കൽ വെപ്പണാ, ഫുമെറ്റ്സു എന്ന് പറയുന്ന വൈറസിന്റെ ഒരു പ്രോട്ടോടൈപ്പ്. അതിനെക്കുറിച്ച് ഞങ്ങളാണെങ്കിൽ പഠിച്ചു വരുന്നതേയുള്ളൂ. ഡോക്ടർ, നിങ്ങളുണ്ടാക്കിയ ബയോ വെപ്പൺ ഒരു ജാപ്പനീസ് സോൾജർ അല്ലേ? എന്നാൽ ഞാൻ കണ്ടത് ഒരു തായ് പട്ടാളക്കാരനെയാ. അത് തന്നെയാണ് മെക്ക് നമ്മളുടെ പ്രശ്നം. ഇപ്പറഞ്ഞ ഫുമെറ്റ്സു വൈറസിന് തന്റെ ഇരയെ കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ ഫുമെറ്റ്സു എന്ന വൈറസ് പടർന്ന് പിടിക്കാൻ തുടങ്ങും. നമുക്കിത് മേളിലോട്ട് റിപ്പോർട്ട് ചെയ്യണ്ടേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ക്യാപ്റ്റൻ ലീ, ഡിസ്ട്രോയർ ടാസ്ക് ഫോഴ്സ് എന്ന സീക്രട്ട് ആർമി ഗ്രൂപ്പിൻ്റെ ക്യാപ്റ്റനാണ്. എന്നെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാ എന്നും പറഞ്ഞൊരു എഗ്രിമെൻ്റ് അങ്ങ് കൊടുക്കുന്നുണ്ട്. അതിലെഴുതിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. തായ് പട്ടാളക്കാർ ഇങ്ങേര് പറയുന്നത് ചെയ്തേ പറ്റുള്ളൂ. അതുമാത്രമല്ല, ഫുമെറ്റ്സു ബാധിച്ച ജൂനിയർ പട്ടാളക്കാരെ ജീവനോടെ ഇവിടുന്ന് കൊണ്ടുപോകും. അവരെ കൊന്നുകളയാനാണെങ്കിൽ അതൊക്കെ, പക്ഷെ ഇവിടുന്ന് ജീവനോടെ കൊണ്ടുപോവാന്നൊക്കെ പറയുന്നത് അതത്ര നല്ല കാര്യമല്ല. നിങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല. ഞങ്ങളുടെ കൂടെ നിന്നേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട് മൊത്തം ഫുമെറ്റ്സു വൈറസ് കൊണ്ടുപോകും.
എന്ത് വേണോന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ഇതൊക്കെ കേട്ടിട്ട് മെക്കും ടീംസും ആണെങ്കിൽ ഞെട്ടിയിരിക്കേ. ഇതേ സമയം നമ്മളുടെ പിള്ളേരാണെങ്കിൽ സെൽഫ് കൺട്രോളും വിട്ട് മരിച്ചവരെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മോക്ക് മാത്രം സെൽഫ് കൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്നു. അതെന്തുകൊണ്ടാന്നുള്ളത് അവന് പോലും അറിയില്ല. എന്തൊക്കെയാണേലും ആ കുട്ടിയെ കൊന്നത് മാത്രമാണ് അവൻ്റെ ബ്രെയിനിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ്. പിന്നെ മോക്ക് ഒന്നും നോക്കിയില്ല, അവിടെ കിടപ്പുണ്ടായിരുന്ന ഒരു ഗണ്ണങ്ങ് എടുക്കുന്നു, സൂയിസൈഡ് ചെയ്യാൻ നോക്കുന്നു. കാരണം അത്രയും മാരകമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പുള്ളിക്കാരൻ കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഗണ്ണും പിടിച്ച് അവസാനിപ്പിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടാവുന്നത്. അവൻ്റെ ശരീരം മുഴുവനായിട്ടും അങ്ങ് കത്താൻ ആരംഭിക്കുന്നുണ്ട്. അതും പുള്ളിക്കാരൻ പോലും അറിയാണ്ട്. മോക്കിനാണെങ്കിൽ പൊള്ളൽ സഹിക്കാൻ പറ്റുന്നില്ല. അവനൊന്നും ചെയ്യുന്നില്ല കേട്ടാ, തനിയെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടറിനെ കാണിക്കുന്നത്. പുള്ളിക്കാരൻ പിന്നെ റിസർച്ച് ബുക്ക് എടുക്കുന്നുണ്ട്. അതുപ്രകാരം റിസർച്ചിന്റെ 3-ാം ഘട്ടത്തിൽ ഒരു കാര്യം കണ്ടുപിടിച്ചിരുന്നു. അതാണ് ഫുമറ്റ്സു വൈറസിന്റെ വീക്ക്നെസ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഫുമറ്റ്സു ബാധിച്ചവരറിയാണ്ട് തന്നെ സെൽഫ് കമ്പഷൻ നടക്കും എന്ന് പറഞ്ഞാൽ സ്വയം തീരുക. ചുരുക്കി പറഞ്ഞാൽ ബുള്ളറ്റിന് പോലും കൊല്ലാൻ പറ്റാത്ത സോംബികൾ ഫ്ലെയിമബിൾ ആണ്. ഒന്നില്ലെങ്കിൽ തീ കൊണ്ട് അവരെ നശിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവരെപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് അവർ സ്വയം തീരും. ഇതേ സമയം മോക്കാണെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ക്രേറ്റിൽ നിന്ന് പുറത്തു വന്ന ആദ്യത്തെ സോംബി, അതായത് ജാപ്പനീസ് ആർമിയിലെ സോംബി. ലെവന്റെ പേരാണ് നോബ്. സത്യം പറഞ്ഞ ഈ നോബാണ് ആദ്യമായിട്ട് വൈറസ് ബാധിച്ചവൻ. ചുരുക്കി പറഞ്ഞ കൂട്ടത്തിലെ ആൽഫ. അതുകൊണ്ട് തന്നെ എവിടെ നിന്നൊക്കെയോ ഓടി വരുന്നു, മോക്കിനെ ചളിയിലോട്ടിട്ട് അങ്ങ് പ്രൊട്ടക്ട് ചെയ്യുന്നു. സോ തീപിടിക്കൽ അവസാനിച്ചു, മോക്കിന്റെ ബോധവും പോയി. പിന്നീട് ബോധം വരുമ്പോൾ അവൻ കാണുന്നത് ഒരു ഗുഹയാണ്. അവൻ്റെ കൂടെയാണെങ്കിൽ ബാക്കിയുള്ള ജൂനിയർ പട്ടാളക്കാരും ഉണ്ട്. അതുമാത്രമല്ല, ഇവരെല്ലാം സേഫായിട്ട് ചെളിയിൽ കിടത്തിയിരിക്കുകയാണ് നോബ്. അങ്ങനെ ഇവരെല്ലാവരും എഴുന്നേറ്റു. ആ സമയത്ത് അവർക്കുള്ള ഭക്ഷണവുമായിട്ട് വരികയാണ് നോബ്. പക്ഷേ അത് മനുഷ്യന്മാരല്ല കേട്ടാ കൊണ്ടുവന്നിരിക്കുന്നത്. കുറേ ആടിനെയും കോഴികളൊക്കെയാണ് പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം മൂപ്പർ അത്രയും സെൽഫ് കൺട്രോൾഡ് ആയിട്ടുണ്ട്. അതും ഒരിക്കലും കൺട്രോൾ വിട്ടു പോവാണ്ടായിട്ടുണ്ട്. എന്നാൽ മോക്കിനും ബാക്കിയുള്ളവർക്കാണെങ്കിൽ വിശപ്പും തുടങ്ങി കൺട്രോളും പോയി. അത് മാത്രമല്ല, ലവന്മാർക്ക് ഈ ആടിനെയും കോഴികളൊന്നും പറ്റത്തില്ല, മനുഷ്യന്മാരെ തന്നെ വേണം. അതുകൊണ്ട് തന്നെ നോബിനെ നോക്കിയിട്ട് ദേഷ്യത്തിൽ അങ്ങ് അലറുന്നുണ്ട്. എന്നാൽ നോബാണെങ്കിൽ തിരിച്ച് അങ്ങോട്ടും അലറുന്നു. ആൽഫയാണല്ലോ, ഒക്കെ കൂടെ പേടിച്ച് വരച്ചങ്ങ് നിൽക്കുന്നുണ്ട് നോബിനെ കണ്ടിട്ട്. ഇതേ സമയം ലീയും മെക്കും ബാക്കിയുള്ളവരും കൂടെ മറ്റേ പറമ്പിലെത്തിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ വെറും ശവങ്ങൾ മാത്രമാണ്. പിന്നെ പോരാത്തതിന് ടീംസിന്റെ കാൽപ്പാടുണ്ട്. അതൊക്കെ വെച്ച് ട്രാക്ക് ചെയ്യുന്നുണ്ട് ലീയുടെ മകൻ. അച്ഛാ, അവരങ്ങോട്ടാ പോയിരിക്കുന്നത്. മെക്ക്, നിങ്ങൾക്ക് മാത്രമേ ഈ നാടിൻ്റെ മുക്കും മൂലം അറിയത്തുള്ളൂ. സോ വഴി നിങ്ങൾ കണ്ടുപിടിച്ച് തരണം എന്നും പറഞ്ഞ് ട്രാക്കിംഗ് അങ്ങ് ആരംഭിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ നോബിനെ കാണിക്കുന്നുണ്ട് കേട്ടാ. അവൻ്റെ കയ്യിലാണെങ്കിൽ അവൻ്റെ വൈഫിൻ്റെ ഒരു ഫോട്ടോയും ഒരു ലെറ്ററും ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് മൂപ്പരാണെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. ഉണ്ടായിരുന്ന സെൽഫ് കൺട്രോളിൻ്റെ കൂടെ ഓർമ്മകളും സങ്കടങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നു. അതായത് വൈറസിന് പുറമെ ഒരു മനുഷ്യൻ എന്ന രീതിയിലോട്ട് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ചുരുക്കി പറഞ്ഞ വേറൊരു ബിഹേവിയർ. ഇതെല്ലാം മറഞ്ഞിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മോക്ക്. അങ്ങനെ നോബ് ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് എന്തിനെയോ നോക്കി നിൽക്കുന്നുണ്ട്. മോക്കിനാണെങ്കിൽ എന്താ കാര്യം എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ നോബ് കണ്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ വൈഫിനെയാ, അതും ഒരു ഹാലൂസിനേഷൻ പോലെ. ഇതേ സമയം ബാക്കിയുള്ള പിള്ളേരാണെങ്കിൽ വലിയൊരു കാട്ടുപോത്തിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ കഴിച്ചിട്ട് ഇവന്മാർക്കാണെങ്കിൽ വിശപ്പടങ്ങുന്നില്ല. മനുഷ്യരെ കിട്ടിയാൽ മാത്രമാണ് അത് തൽക്കാലത്തിന് അടങ്ങത്തുള്ളൂ. അങ്ങനെ ഈ സമയത്ത് ഒരുത്തം പറയാണ്, നമ്മളെ ഇങ്ങനെയാക്കി മാറ്റിയത് ആ ജാപ്പനീസാ, അവരെ അങ്ങ് കൊന്ന് തിന്നാലോ. ഇത് കേട്ടേക്ക് ഇന്നൊരുത്തൻ അത് വേണ്ടാന്ന് പറയുന്നു. കാരണം മോക്കിന്റെ പോലെ തന്നെ അവനും ചെറുതായിട്ട് സെൽഫ് കൺട്രോൾഡ് ആണ്. പക്ഷെ ഇവന്റെ നോ ആർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. സോ കൂടെയുള്ളവർ തന്നെ അവനെ അങ്ങ് കൊന്ന് തിന്നാൻ ആരംഭിക്കുന്നുണ്ട്. ഇതേ സമയം ലീയും മെക്കും ബാക്കിയുള്ളവരാണെങ്കിൽ ഫുട് പ്രിന്റും ട്രാക്ക് ചെയ്ത് ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കാൽപ്പാടുകൾ കണ്ടാലറിയാം സോംബി കൂട്ടത്തിലെ ആരോ ഒരാൾ ഇവിടെ ഉണ്ടെന്ന്. സോ ടീംസ് മുഴുവൻ ഒളിച്ചിരിക്കുന്നു. എന്നിട്ട് ലീ മാത്രം സെൻട്രിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ കൈയിന്റെ മേളിൽ വലിയൊരു മുറിവാക്കുന്നു. ആ ചോരയുടെ മണവും കേട്ട് ജൂനിയർ പട്ടാളത്തിലെ ഒരുത്തൻ അങ്ങോട്ട് വരുന്നുണ്ട് ലീയെ കൊല്ലാനായിട്ട്. എന്നാൽ യുവമാരുടെ കയ്യിലാണെങ്കിൽ ഒരു മാരകൈറ്റുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ വെടി അത് അങ്ങേരുടെ നെഞ്ചത്തോട്ടങ്ങ് കയറുന്നുണ്ട്. സോ ലെവനെ ജീവനോടെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നോബിനെ കാണിക്കുന്നത്. ഇവന്റെ വൈഫ് പറയാണ്, നോബ്, നിന്റെ മെമ്മറി വിട്ടുപോകാൻ എനിക്ക് സമയമായി എന്നും പറഞ്ഞ് വൈഫിൻ്റെ ആ മെമ്മറി അങ്ങ് ഇല്ലാണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോബിൻ്റെ ബ്രെയിനിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നു. ഒരു പ്രത്യേകതരം ബിഹേവിയർ. അതുമാത്രമല്ല, എല്ലാ മെമ്മറിയും പോയി ഒരു മാരക സിറ്റുവേഷനിലോട്ട് എത്തുന്നുണ്ട്. അതോടൊപ്പം എന്തൊക്കെയോ കാഴ്ചകൾ. പെട്ടെന്നാണ് നോബ് അങ്ങ് മണ്ണ് പോലെയാവുന്നത്. അവൻ മൊത്തത്തിൽ അങ്ങ് മാഞ്ഞു പോകുന്നു. അതുമാത്രമല്ല, അവൻ്റെ ആ പാർട്ടിക്കിൾസ് തട്ടുന്ന സ്ഥലത്ത് ചെടികൾ വളരാൻ ആരംഭിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട് മോക്ക്. അങ്ങനെ ഈ സമയത്താണ് ലീയും കൂട്ടരും പിടിച്ചുകൊണ്ട് വന്ന സോംബിയെ കാണിക്കുന്നത്. പുള്ളിക്കാരൻ്റെ പേരാണ് ചാങ്. ലീ ആണെങ്കിൽ ചാങ്ങിൻ്റെ മേത്തോട്ട് ചൂടുവെള്ളം ഒഴിച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഫ്ലെയിമബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ചൂട് എന്ന് പറയുന്ന സംഗതി അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല.
എടോ താനെന്തിനാ അതിനെ ടോർച്ചർ ചെയ്യുന്നത്, കൊന്നൂടെ? ഇത് കേട്ടേക്ക് ഡോക്ടർ പറയാണ്, അങ്ങനെ കൊല്ലാനല്ല പിടിച്ചോണ്ട് വന്ന്, അവനെ കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യാനാ. ഇതേ സമയം ചേങ്ങാണെങ്കിൽ നെഞ്ചത്തോട്ട് കുത്തിക്കയറി ആയുധമൊക്കെ പുറത്തെടുത്ത് ഭ്രാന്തിൽ നിൽക്കുന്നുണ്ട്. ഈ ഭ്രാന്ത് അടക്കാനായിട്ട് അവൻ്റെ മേത്തോട്ട് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണില്ലേ. എത്ര ബുള്ളറ്റ് കൊണ്ടിട്ടും മരിക്കുന്നില്ല. പക്ഷെ കയറുന്നതിൻ്റെ വേദനയിൽ, അതായത് ബുള്ളറ്റ് കയറുന്നതിൻ്റെ വേദനയിൽ കുറച്ച് നേരത്തേക്കൊന്ന് അടങ്ങിയിരിക്കുന്നുണ്ട് ചേങ്ങ്. ആർമിയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്രീച്ചേഴ്സിനെ ഉണ്ടാക്കുന്നത്. പക്ഷെ ആ പരീക്ഷണം പാളിപ്പോയി. ഇവർ നമ്മളെക്കാൾ സ്ട്രോങ് ആയിരിക്കും, പക്ഷെ ബുദ്ധിയുടെ കാര്യത്തിൽ വീക്കാ. ഇതും പറഞ്ഞ് ചാങ്ങിൻ്റെ ബിഹേവിയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാങ്ങിനെ അച്ഛനെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അച്ഛനാണെങ്കിൽ മകനെ കണ്ടിട്ടാകെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ അങ്ങേർക്ക് അറിയില്ല ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ചേങ്ങാണേലോ അച്ഛനെ കണ്ടതും അങ്ങ് കരയാൻ ആരംഭിക്കുന്നു. അവൻ അത്രയും മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലീയും കൂട്ടരും. അതും നമ്മളുടെ ഡോക്ടർ പറഞ്ഞിട്ട്. അങ്ങനെ മകൻ്റെ മുമ്പിൽ വെച്ച് അച്ഛനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടാകെ ഭ്രാന്ത് എടുക്കുന്നുണ്ട് ചാങ്ങിന് മാത്രമല്ല മെക്കിനും കേണലിനും ക്യാപ്റ്റനും ഒക്കെ. ഒന്നാമത് ഈ മരിച്ച അച്ഛൻ ഇവരുടെ നാട്ടുകാരനാ. അതുമാത്രമല്ല തായ്ലൻഡ് പട്ടാളത്തിലെ ജൂനിയർ പട്ടാളക്കാരനെയാണ് ഇവർ പിടിച്ചു വെച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലീയെ തടയാനൊക്കെ കുറെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ യാതൊരു കാര്യമില്ല. ഇതിന്റെ ഇടയിലാണ് മോക്കിനെയും ടീംസിനെയും കാണിക്കുന്നത്. ആ സമയത്താണ് കൂട്ടത്തിലെ ഒരുത്തൻ ഇന്നും ചേങ്ങും എവിടെയെന്ന് ചോദിക്കുന്നത്. പക്ഷെ ചോദിച്ച ആൾക്ക് അറിയില്ല കേട്ടാ ഇന്ന് എവിടെയെന്നുള്ളത്. എന്നറിയുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഓർമ്മയുള്ള ആൾക്കാരുണ്ട്, അതുമല്ലെങ്കിൽ അവനെ ഭക്ഷിച്ച ആൾക്കാരുണ്ട്. അങ്ങനെ ഇവന്മാർ പറയാണ് അവര് നമ്മളിന്ന് സെപ്പറേറ്റ് ആയി വില്ലേജിലോട്ട് പോയിട്ടുണ്ടാവാനാ ചാൻസ്, അങ്ങോട്ടൊന്ന് പോയോക്കട്ടെ എന്നും പറഞ്ഞ് വില്ലേജിലോട്ട് അങ്ങ് പോവാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവന്മാരുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് മോക്കിനാണെങ്കിൽ നല്ല ഡൗട്ടുണ്ട്. ഇതേ സമയം മെക്കിനെ കാണിക്കുന്നുണ്ട് കേട്ടാ. മെക്ക് അവിടെ വൻ സീനില്ല. അവൻ പോയിട്ട് ലീനെ ഒരൊറ്റയടി. പിന്നെ ലീയും ടീമും വെറുതെ ഇരിക്കുവോ, തൂക്കും വാളക്കങ്ങ് എടുക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ കാണിച്ചിട്ടും മെക്കിന് യാതൊരു ചേഞ്ചും ഇല്ല. കേണൽ, നിങ്ങളുടെ ആൾക്കാർ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കാണ് വരാൻ പോകുന്നത്. മെക്ക്, നീ ഒന്ന് അടങ്ങ്. അതോറിറ്റി ഇപ്പം നമ്മളുടെ കയ്യിലല്ല. അവരെന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും അവരിപ്പോൾ ജൂനിയർ പട്ടാളക്കാരൊന്നുമില്ലല്ലോ. എന്തിന്, മനുഷ്യന്മാരല്ലല്ലോ. ഇതൊക്കെ കേട്ടിട്ട് മെക്കിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ക്യാപ്റ്റൻ ഒരു വിധത്തിൽ അവനെ അവിടുന്ന് കൊണ്ടുപോകുന്നു. ആ സമയത്താണ് നമ്മളുടെ ഡോക്ടർ സൈനൈഡ് പുറത്തുവിടാൻ തുടങ്ങുന്നത്. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല കേട്ടാ, ഡോക്ടറുടെ പുതിയ പരീക്ഷണങ്ങളാണ്. അങ്ങനെ നമ്മളുടെ ചാങ്ങിൻ്റെ കൺട്രോൾ പോയി. അവൻ ആ കൂടും പൊട്ടിച്ച് പുറത്തു വന്നു. പക്ഷെ ചെയിൻ ചെയ്ത് വെച്ചുകൊണ്ട് സേഫാണ്. എന്നാൽ ചാങ് തൻ്റെ അച്ഛൻ്റെ ശവം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, ഇവരിനിയും വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. അവർക്ക് യാതൊരു കൺട്രോളും ഇല്ല. എത്രയും പെട്ടെന്ന് അവരെ കൊന്നേ പറ്റുള്ളൂ. നീ എനിക്ക് ഓർഡർ ഉണ്ടാ, നിന്നെയൊക്കെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് ഞാനിടുന്ന ഓർഡർ അനുസരിക്കാനാ. സോ അവരെ ജീവനോടെ കൊണ്ടുവരണം. ശരിയാ, നിങ്ങളിടുന്ന ഓർഡർ അനുസരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ആ ഓർഡർ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് സാക്കിനെ കണ്ടു എന്നും ചോദിച്ച് പെന്നിൻ്റെ അടുത്ത് വന്ന ഒരമ്മയും കുഞ്ഞുണ്ടല്ലോ, അവരെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ട് കുറേ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വല്ല കാര്യമുണ്ടാ, എവിടെ പൂജാരിയാണെങ്കിൽ വന്നുടായിപ്പില്ല. പുള്ളിക്കാരനതാ സാക്കിൻ്റെ ആത്മാവ് വന്നു തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് വൻ അഭിനയത്തില ഓസ്കാർ പെർഫോമൻസ് ആണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ പെന്നിനെ കാണിക്കുന്നത്. അവളാണെങ്കിൽ മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. പെട്ടെന്നാണ് സൈക്കിളിനൊരു തകരാറ്. എന്താ സംഭവം എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ശരീരത്തിൻ്റെ പകുതി വരുന്നത്. മേളിലോട്ടില്ല, അടിയിലോട്ട് മാത്രം. ഇതൊക്കെ കണ്ടിട്ട് പെന്നാണെങ്കിൽ പേടിച്ചോടുന്നുണ്ട്. അതേസമയം സോംബികളാണേലോ നേരെ സാക്കിൻ്റെ പൂജ നടക്കുന്ന സ്ഥലത്തെത്തുന്നു. പൂജാരി ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഭക്ഷിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമ്മളുടെ സാക്കും ഉണ്ട് കേട്ടാ. ഇതൊക്കെ കണ്ടിട്ട് സാക്കിന്റെ വൈഫും മോളും ആണെങ്കിൽ ആകെ ഇല്ലാണ്ടായിട്ട് ഇരിക്കുന്നുണ്ട്. സ്വന്തം മോൾ അച്ഛനെ നോക്കി നിൽക്കുമ്പോഴാണ് അച്ഛൻ ഓരോരുത്തരെ വെച്ച് തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ സാക്ക് അതിനേക്കാൾ വല്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോക്കിന്റെ അമ്മയെ കാണിക്കുന്നത്. അമ്മയുടെ അടുത്തോട്ട് അതാ മെക്ക് വരുന്നു. അമ്മേ, നിങ്ങൾ അകത്ത് കയറ്, പുറത്തിങ്ങനെ നിൽക്കണ്ട, അപകട. എടാ, നിന്റെ അനിയനെവിടെ? ഇത് കേട്ടേക്ക് അവനക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞ അനിയനക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് പുള്ളിക്കാരനറിയില്ല. ബാക്കിയുള്ളവരെ പോലെ ഇൻഫെക്റ്റ് ആയോ അല്ലെങ്കിൽ യുദ്ധത്തിൽ പെട്ട് മരിച്ചു പോയോ ഒന്നും അറിയില്ല. എന്നാൽ ഇതൊക്കെ ഒളിഞ്ഞിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ് മോക്ക്. അവനാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുക. തൻ്റെ അമ്മേനെയും ചേട്ടനെയും ഫേസ് ചെയ്യാൻ പറ്റാണ്ട്. തൊട്ട് ഫ്രണ്ടിലുണ്ട് അവര്, പക്ഷെ എങ്ങനെ മുമ്പിലോട്ട് പോകും അറിയില്ല. ആ സമയത്താണ് പെണ്ണ് അങ്ങോട്ട് പേടിച്ചിട്ട് ഓടി വരുന്നത്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടേക്ക് മെക്ക് ഒരു തോക്കെടുക്കുന്നു, അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. അമ്മേ, വിയേഡായിട്ടുള്ള എന്ത് കണ്ടാലും വെടിവെച്ചേക്ക്. എന്നിട്ടും ചാവുന്നില്ലെങ്കിൽ ഫയർ യൂസ് ചെയ്യണം. അതുമാത്രമല്ല, നിങ്ങളെപ്പോഴും തീയിൻ്റെ അടുത്തായിരിക്കണം, അതാണ് സേഫ് എന്നും പറഞ്ഞ് തോക്ക് കൊടുത്തിട്ട് അങ്ങ് ഇറങ്ങുന്നുണ്ട് മെക്ക്. ഇതേ സമയം സാക്കിന്റെ വൈഫും മോളും പേടിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കേ. അവരുടെ പിന്നാലെയാണെങ്കിൽ സാക്കും ഉണ്ടിട്ടാ. എന്നാൽ അങ്ങേരോടുന്ന് അവരെ കൊല്ലാനല്ല, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാ. പെട്ടെന്നാണ് മകൾ അങ്ങ് താഴെ വീഴുന്നത്. ഇത് കണ്ടേക്ക് അമ്മയാണെങ്കിൽ പേടിച്ചിട്ടിരിക്കുക. കാരണം അവർക്കറിയാം എതിരെ നിൽക്കുന്നത് തൻ്റെ ഭർത്താവല്ല, ഒരു ക്രീച്ചറാണ്.
പക്ഷേ ഈ കുഞ്ഞ് ചിന്തിക്കുന്നത് ക്രീച്ചറാണേലും അത് തൻ്റെ അച്ഛനാന്നാ. അങ്ങനെ ആ മകള് തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് പതുക്കെ പതുക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ്റെ മുഖത്ത് സ്പർശിക്കുന്നു. സേക്കാണെങ്കിൽ മാക്സിമം സെൽഫ് കൺട്രോളിലാണ് നിൽക്കുന്നത്. പക്ഷെ അടുത്ത് നിൽക്കുന്നത് മനുഷ്യ മാംസ. കൺട്രോൾ പോകാൻ ചാൻസ് ഉണ്ടായിട്ടും അങ്ങേര് പിടിച്ചു നിൽക്കുക തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട്. എന്തൊരു ഭീകരാവസ്ഥയാണല്ലേ. അപ്പോഴാണ് അങ്ങോട്ട് ലീഡ് ആർമി വരുന്നത്. അവർ മാത്രമല്ല അങ്ങോട്ട് വരുന്നത്, കേണലും ക്യാപ്റ്റനും വരുന്നുണ്ട്. പക്ഷെ അവരുടെ കൂടെയല്ല, അവരിപ്പോൾ വേറെയാണ്. അങ്ങനെ അമ്മ വന്നിട്ട് ആ കുഞ്ഞിനെ വലിച്ചുകൊണ്ട് പോകുന്നു. അതേസമയം തന്നെയാണ് സേക്കിനെ ലക്ഷ്യമാക്കിയിട്ട് ലീ ആ മാരക ഐറ്റങ്ങ് വിടുന്നത്. പക്ഷെ അബദ്ധവശാൽ അത് കൊള്ളുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും നെഞ്ചത്തോട്ടാ. ആ അമ്മയും കുഞ്ഞും മരിച്ചു. അത് കണ്ടേക്ക് അത്രയും നേരം കൺട്രോളിലായിരുന്ന സേക്ക് അങ്ങ് അലറാൻ തുടങ്ങുന്നുണ്ട്. ആ ഒരു കറക്റ്റ് സമയത്താണ് നമ്മളുടെ പിള്ളേരങ്ങോട്ട് വരുന്നത്. മോക്കൊണ്ടിട്ടാ കൂടെ. ഇതൊക്കെ കണ്ട അവര് പിന്നെ വെറുതെ ഇരിക്കുമോ? ഒന്നാമത് അവന്മാർക്കാണെങ്കിൽ ജാപ്പനീസുകാരോട് ഒടുക്കത്തെ പകയാ. അപ്പോഴാണ് ഇതും. അങ്ങനെ യുദ്ധം തുടങ്ങി. ലീ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള പട്ടാളക്കാരെ തീർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പിള്ളേര്. അവരെ സഹായിക്കാനായിട്ട് കേണലും ക്യാപ്റ്റനും ഉണ്ട്. എന്നാൽ ജാപ്പനീസുകാരുടെ വെടിയേറ്റ് അവർ മരിച്ചു. ഇതൊക്കെ കണ്ടിട്ട് മോക്കാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അത്രയും പ്രിയപ്പെട്ട ആൾക്കാരാണ് ക്യാപ്റ്റനും കേണലും ഒക്കെ. അപ്പോഴാണ് അങ്ങോട്ട് മെക്ക് വരുന്നത്. ഇവൻ വന്ന് നോക്കുമ്പോൾ എല്ലാവരും ചേർന്ന് ജാപ്പനീസ് പട്ടാളക്കാരുടെ എല്ലടക്കം പുറത്തെടുത്തോണ്ടിരിക്കുക. അതുമാത്രമല്ല, ഇവൻ നോക്കുമ്പോൾ മോക്കാണെങ്കിൽ കേണലിനെയും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അത് കണ്ടിട്ട് മെക്കാണെങ്കിൽ അങ്ങ് തെറ്റിദ്ധരിക്കുന്നു. സോ അവൻ ഗണ്ണെടുത്തു വെടിവെക്കാനും ആരംഭിച്ചു. പക്ഷെ മോക്ക് തൻ്റെ ബ്രദറിനെ ഒന്നും ചെയ്യാണ്ട് ഓടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മെക്കിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങേരിപ്പോൾ മോക്കിനെ കാണുന്നത് ഒരു മനുഷ്യനായിട്ടല്ല. മോക്കാണേലോ ഒരു കുന്നിൻ്റെ മേളിൽ നിന്ന് കരഞ്ഞു പറയുന്നുണ്ട് മെക്കിനോട്. പക്ഷെ അവൻ്റെ തലയിലോട്ടുണ്ടാ കയറുക. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണേലും ഒരൊറ്റ വെടി. അങ്ങനെ മോക്ക് ആ കുന്നിൻ്റെ മേളിൽ നിന്ന് അങ്ങ് താഴോട്ട് പോകുന്നു. സോ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇതൊക്കെ കണ്ടിട്ടാകെ കയ്യിന്ന് പോയിട്ടിരിക്കുകയാണ് മെക്ക്. എന്നാൽ ആ ഒരു കറക്റ്റ് സമയത്താണ് കുന്നിൻ്റെ അടിയിൽ നിന്ന് എല്ലാവിധ കൺട്രോളും പോയിട്ട് മോക്കങ്ങ് മേളിലോട്ട് പൊന്തി വരാന്ന് മാത്രമല്ല, തൻ്റെ ചേട്ടനെ അങ്ങ് കടിക്കുന്നു. അങ്ങനെ രാവിലെയായി. മെക്കെഴുന്നേൽക്കുമ്പോൾ അവനൊരു സോംബിയായി മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, കൂട്ടത്തിലെ ആൽഫ അവനായി. അതും ഭയങ്കര അഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആൽഫ. അങ്ങനെ അവനങ്ങ് അലറാൻ തുടങ്ങുന്നു. അവന് പിന്നാലെ ബാക്കിയുള്ളവരും. അങ്ങനെ ഈ സമയത്താണ് ഡോക്ടറെ കാണിക്കുന്നത്. അങ്ങേരാണെങ്കിൽ ഈടെ മകനെയും വിളിച്ചു വരുത്തി ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്റെ അച്ഛനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തര. ഫുമറ്റ്സു ബാധിച്ചവരുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് അതിൽ ജയിക്കാന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമാണ്. പിന്നെ പോരാത്തതിന് അവരെ കൊന്നുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ സ്വയം തീർന്നാൽ അതിന് പിന്നെയും പ്രകൃതിയിലൂടെ ഡീജനറേഷൻ സംഭവിക്കും. അതായത് ചെടികളിലൂടെ ഫുമറ്റ്സു വൈറസ് പടരാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ സ്റ്റഡി ചെയ്താൽ മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സോ അവരെ കൊല്ലാൻ നിൽക്കാണ്ട് ജീവനോടെ പിടിക്കാൻ ശ്രമിക്കുക. സോ നമ്മളുടെ നോബ് പാർട്ടിക്കിൾസ് ആയിട്ട് പോയപ്പോൾ എങ്ങനെയാണ് ചെടി വളർന്നതെന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ? ഇതേ സമയം ലീ ആണെങ്കിൽ ജൂനിയർ പട്ടാളക്കാരുടെ ഫാമിലിയെ മുഴുവൻ അവൻ്റെ അടുത്തോട്ട് എത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മളുടെ മെക്കിൻ്റെ അമ്മയും പെണ്ണും ഉണ്ടിട്ടാ. അങ്ങനെ അവരോട് പറയാണ്, ഇവിടുത്തെ കാടുകളിൽ കുറേ ശവങ്ങളുണ്ട്. അതല്ല ഇവിടുത്തെ പട്ടാളക്കാരുടെയാണ്. സോ അത് നിങ്ങളുടെ കുടുംബത്തിലെയാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ജൂനിയർ പട്ടാളക്കാരുടെ ഫോട്ടോസാണ്. ഇത് കണ്ടേക്കും മുഴുവൻ ഫാമിലീസും അങ്ങ് കരയാൻ ആരംഭിക്കുന്നുണ്ട്. അവരാകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ലീഡൊരു പ്ലാനാണ്. ഇനി ഇവിടുന്ന് ബോഡി റിക്കവറി എന്നും പറഞ്ഞ് എല്ലാ ഫാമിലീസിനെയും കാടിനകത്തോട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ വെച്ച് തീർക്കുക. കാരണം ഇവിടെ നടന്നതിനൊക്കെ ഈ നാട്ടുകാർ സാക്ഷിയാണ്. സോ ഐ വിറ്റ്നസ് ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങേരിതെല്ലാം ചെയ്യുന്നത്. ഇതിന് ചുക്കാൻ പിടിക്കാൻ തായ്ലൻഡും ജപ്പാനും ഒരുമിച്ച്. എന്താലേ. എന്നാൽ ഇതെല്ലാം ക്രേറ്റി കിടന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ചാങ്. പക്ഷെ അവനത് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ്റെ മുമ്പിൽ വെച്ച് പറയുന്നത്. ഇനി അവൻ പോലും അറിയാണ്ട് അവനെ പുറത്തു വിടും. എന്നാലല്ലേ ചാങ്ങി ന്യൂസ് ബാക്കിയുള്ളവരോട് പറഞ്ഞ് ഇവരെ ലീ വിചാരിക്കുന്നിടത്ത് എത്തിക്കാൻ പറ്റൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോക്കിനെ കാണിക്കുന്നത്. അവനവരുടെ ഗുഹയിലുണ്ടിട്ടാ. ഉണ്ടെന്ന് മാത്രമല്ല, സെൽഫ് കൺട്രോൾ തിരിച്ചു വന്നു. ആ സമയത്താണ് ബാക്കിയുള്ള എല്ലാവരും ചേർന്ന് മറ്റേ ഇന്നുണ്ടല്ലോ അവൻ്റെ ബാക്കിയുള്ള മാംസം തിന്നോണ്ടിരിക്കുന്നത്. ഇത് കണ്ടേക്ക് മോക്കാണെങ്കിൽ വൻ വിഷയാക്കുന്നുണ്ട്. അങ്ങനെ മോക്കും ബാക്കിയുള്ളവരും ചേർന്ന് അടിയാവാൻ തുടങ്ങി. അപ്പോഴാണ് അങ്ങോട്ട് മെക്ക് വരാന്ന് മാത്രമല്ല, അടി നിർത്താൻ വേണ്ടിയിട്ട് എല്ലാത്തിനും പിടിച്ച് അങ്ങ് എറിയുന്നുണ്ട്. മെക്കിന് ഭയങ്കര ശക്തിയാണ്. ബാക്കിയുള്ളവരിൽ നിന്നും വളരെയധികം വ്യത്യസ്തനാണ് മെക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ലീയുടെ പ്ലാൻ പ്രകാരം കറക്റ്റായിട്ട് അങ്ങ് നടക്കാൻ തുടങ്ങുന്നത്. ചാങ് രക്ഷപ്പെട്ട് ഓടി വരുന്നു. അവരുടെ ഫാമിലീസിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ടേക്ക് മോക്ക് പറയാണ്, അത് മിക്കവാറും ഒരു ട്രാപ്പ് ആവാനാ ചാൻസ്. എൻ്റെ ഗേൾ ഫ്രണ്ട്, എൻ്റെ കുഞ്ഞ്, നമ്മുടെ അമ്മ, ഇതെല്ലാം അവരുടെ കയ്യിലാണ്. നിനക്ക് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ പേടിച്ചോടാം എന്നും പറഞ്ഞങ്ങ് ഇറങ്ങി തിരിക്കുന്നുണ്ട് മെക്ക്. അവന് പിന്നാലെ ബാക്കിയുള്ളവരും. മോക്കിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്നുണ്ട്. ലെവന്മാരാണെങ്കിൽ ഈ വിചാരിക്കുന്ന സ്ഥലത്തോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്, അതായത് ട്രാപ്പിലോട്ട്. പക്ഷെ മോക്കിന് ഇവരെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. സോ പോകുന്നു. ഇതേ സമയം ലീഡ് ആൾക്കാരാണെങ്കിൽ ജൂനിയർ പട്ടാളക്കാരുടെ ഫാമിലിയെ മൊത്തം കാടിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്.
എന്നിട്ട് ലിയും കുറച്ച് പട്ടാളക്കാരും കൂടെ ഒളിച്ചിരിക്കുന്നു. പാവം ഫാമിലീസ് ആണെങ്കിൽ തൻ്റെ മക്കളുടെ ഡെഡ് ബോഡീസിന് വേണ്ടിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി മെക്കും ഗ്യാങ്ങും എത്തി. ഇവരുടെ രൂപം കണ്ടിട്ട് ഇവരുടെ ഫാമിലീസ് ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയും വികൃതമായിട്ടുള്ളൊരു രൂപമാണ് തൻ്റെ മക്കളിൽ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ലീ ആ ഫാമിലീസിനെ മുഴുവനായിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നത്. ഓരോരുത്തരായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെക്കിൻ്റെ അമ്മ, പെന്നിൻ്റെ വയറ്റിലെ കുഞ്ഞ് എല്ലാം അവസാനിച്ചു. ഇതൊക്കെ കണ്ടിട്ടാകെ കയ്യിന്ന് പോയിട്ട് ഫാമിലീസിൻ്റെ ഡെഡ് ബോഡിക്ക് അരികിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജൂനിയർ പട്ടാളക്കാർ. ഇവിടെ പെന്നിനാണെങ്കിൽ കുറച്ച് ജീവൻ ബാക്കിയുണ്ട്. ആ സമയത്താണ് മെക്ക് ഒരൊറ്റ കൈ അങ്ങ് പ്രയോഗിക്കുന്നത്. അവളെ കടിക്കാൻ ആരംഭിക്കുന്നു. അവർ ഇൻഫെക്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ജീവൻ വരും. മരിച്ചുകൊണ്ടിരിക്കുന്നവർ സ്ട്രോങ് ആയിട്ട് മാറുകയും ചെയ്യും. പക്ഷെ സ്നേഹിക്കുന്നവർ സോംബി ആവുക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. എന്നാൽ മെക്കാണെങ്കിൽ അതൊന്നും ചിന്തിക്കാണ്ട് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. മോക്കാണെങ്കിൽ വേണ്ട എന്നൊരു 1000 പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? അങ്ങനെ മെക്ക് അമ്മേനെ കൂടെ കടിക്കാൻ ആരംഭിക്കുന്നു. പക്ഷെ യാതൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഇവൻ്റെ ഒടുക്കത്തെ കടിയിൽ അലറിപ്പൊളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെന്ന്. അങ്ങനെ ആ സമയത്താണ് ലീ ഒരു ട്രാപ്പ് അങ്ങ് സെറ്റ് ചെയ്യുന്നത്. അതും ഫാമിലീസിൻ്റെ ഡെഡ് ബോഡി കിടക്കുന്ന സ്ഥലത്ത്. അവൻ ഓൾറെഡി ട്രാപ്പ് വെച്ചിട്ടാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ജീവനോടെ പിടിക്കുകയും ചെയ്തു, സാക്ഷികളെ ഇല്ലാണ്ടാക്കുകയും ചെയ്തു. എന്നാൽ നമ്മളുടെ പിള്ളേരുണ്ടാ വിട്ടുകൊടുക്കുക. ലീയുടെ മകൻ ഈ ട്രാപ്പ് പൂട്ടുമ്പോൾ ഒരൊറ്റ കടി, അതോടുകൂടെ അങ്ങേര് ഇൻഫെക്റ്റായി. അവന് പിന്നാലെ ബാക്കിയുള്ള ജാപ്പനീസ് ആർമിയും. ഇതൊക്കെ കണ്ടിട്ടാകെ ഞെട്ടിത്തരിച്ചിരിക്കുന്നുണ്ട് ലീ. അത് മാത്രമല്ല, സ്വന്തം മകന് നേരെ അറ്റാക്കിന് പൊക്കോണ്ടിരിക്കുകയാണ് ലീ. കാരണം പുള്ളിക്കാരന് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ലീ ഒരു ബോംബ് എടുക്കുന്നു, എറിയുന്നു. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് ലീയും കുറച്ച് പട്ടാളക്കാരും കൂടെ. അങ്ങനെ ഈ സമയത്താണ് പെന്നിനെ കാണിക്കുന്നത്. മെക്ക് കടിച്ച കടി ഏറ്റിട്ടുണ്ട്. അവളും ഒരു സോംബിയായിട്ട് മാറി. മെക്കാണേലോ ലീയുടെ വാളും പിടിച്ച് ഭ്രാന്തെടുത്തിരിക്കുന്നുണ്ട്. മെക്ക്, നീ എന്താണ് ഈ കാണിച്ച്? പെന്നിനെ എന്തിനാ കടിച്ച്? നമ്മളുടെ ഒരു അവസ്ഥയേക്കാൾ നല്ല മരിക്കുന്നതല്ലേ? എന്തിനാ നീ പെന്നിനെ കൂടെ? ഇത് കേട്ടേക്ക് മെക്കാണെങ്കിൽ ഒരു സ്പീച്ച് അങ്ങ് നടത്തുന്നുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരെ ഇല്ലാണ്ടാക്കിയത് ആ ജാപ്പനീസ് ആർമിയാ. അവരെ ഓരോരുത്തരെയും നമ്മളുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരും. എല്ലാത്തിനെയും നമ്മളെ പോലെയാക്കണം. ഇത് കേട്ടേക്ക് മുഴുവൻ പിള്ളേരും ആണെങ്കിൽ അങ്ങ് കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷെ മോക്ക് സ്റ്റിൽ ഇതെല്ലാം അവസാനിപ്പിക്കാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളിക്കാരൻ ഇപ്പോഴും ഒരു സെൽഫ് കൺട്രോൾ ഉണ്ട്. അത് മാത്രമല്ല, ഈ യുദ്ധം ഇനിയും നീണ്ടുപോയാൽ ഭൂമിയിൽ വെറും സോംബികൾ മാത്രമായിട്ട് മാറും. സോ എല്ലാം നിർത്താനാണ് മോക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോക്ക് മാത്രമല്ല, കൂടെ വേറൊരുത്തനും ഉണ്ടിട്ടാ. എന്നാൽ മെക്കാണെങ്കിൽ അവനെ തീർക്കാനായിട്ട് ദേഷ്യത്തിൽ വരുന്നുണ്ട്. സോ വാളെടുക്കുന്നു, വെട്ടുന്നു. എന്നാൽ ആ വാളിൻ്റെ മുന്നിലോട്ട് വരുന്നത് പെന്ന. എവിടെയൊക്കെ ഒരു സെൽഫ് കൺട്രോൾ അവൾ ഗെയിൻ ചെയ്തു. സോ ഈ ഒരു അവസ്ഥയേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്ന് അവൾക്ക് മനസ്സിലായി. സോ പെൻ അവസാനിച്ചു. സാധാരണ തീ കൊണ്ട് മാത്രമാണ് സൂംബികൾ മരിക്കത്തുള്ളൂ. പക്ഷെ പെന്നിന്റെ മരണം ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ്. മേ ബി അവൾ അത്ര സ്ട്രോങ് ആയിരിക്കില്ല. എന്തൊക്കെയാണേലും നമ്മളുടെ മെക്ക് ആകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. മെക്ക്, നീ എന്തീ കാണിച്ച്? മോക്ക്, നീയല്ലേ പറഞ്ഞ് അവൾ മരിക്കുന്നതാ നല്ലതെന്ന്. ഇനി ആ ജാപ്പനീസ് ആർമിയെ ഞാൻ ഗുഹയിലോട്ട് എത്തിക്കാൻ പോവാൻ. അവിടുന്ന് ഓരോരുത്തരെയും ഞാൻ ഈ രൂപത്തിലോട്ടാക്കി മാറ്റും എന്നും പറഞ്ഞ് ഒക്കെ കൂടെ അങ്ങ് ഇറങ്ങുന്നുണ്ട്. പക്ഷെ മോക്കാണെങ്കിൽ സ്റ്റിൽ എതിർക്കാനാണ് നോക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീ നേരെ ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോകുന്നത്. പോവാന്ന് മാത്രമല്ല, അങ്ങേരെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നുണ്ട്. ഈ ഡോക്ടറുകാരനാണ് ഇത്രയും വലിയൊരു വൈറസ് നാട്ടിലോട്ട് വന്നത്. അതിൽ പെട്ട് ലീയുടെ മകനാണെങ്കിൽ മരിക്കുകയും ചെയ്തു. സോ ഡോക്ടറിനോട് പക തോന്നാനായിട്ട് ഇതിനേക്കാൾ വലിയൊരു കാരണം വേണോ? അങ്ങനെ ഈ സമയത്താണ് നമ്മളുടെ മോക്കിനെ കാണിക്കുന്നത്. എല്ലാ പട്ടാളക്കാരും ചേർന്ന് നല്ലവണ്ണം പെരുമാറിയിട്ടുണ്ട് മോക്കിനെ. അങ്ങനെ മോക്കിന് പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ചേഞ്ചസ് വരുന്നു. എന്താണോ നോബിന് സംഭവിച്ച് അത് തന്നെ എക്സാക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് മോക്കിന്. അതായത് സ്വയം നശിക്കാൻ സമയമായി. മോക്കാണെങ്കിൽ അവൻ്റെ പാരൻസിനെയും പെന്നിനെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹാലൂസിനേഷൻ പോലെ. അതോടൊപ്പം പാർട്ടിക്കിൾസ് ആയിട്ട് മാഞ്ഞു പോവാനും തുടങ്ങുന്നുണ്ട്. എന്നാൽ ആ ഒരു കറക്റ്റ് സമയത്താണ് മെക്ക് പറഞ്ഞൊരു ഡയലോഗ് അവൻ ഓർമ്മ വരുന്നത്. നിനക്കെല്ലാത്തിലും ജയിക്കണം, പക്ഷെ ഫൈറ്റ് ചെയ്യാൻ വയ്യ. ഇത് ഓർമ്മയിലേക്ക് വരുന്ന ആ ഒരു കറക്റ്റ് സമയത്ത് അവൻ ഉറപ്പിച്ചു പോരാടാൻ. ആ ഒരു മൈൻഡ് ഇങ്ങനെ വരുന്ന ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ സ്വയം നശിക്കൽ അങ്ങ് ഇല്ലാണ്ടാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീക്ക് ഡോക്ടറുടെ റിസർച്ച് ബുക്ക് കിട്ടുന്നത്. അതിന്ന് ഫുമെറ്റ്സു ഫ്ലെയിമബിൾ ആണ് എന്നവൻ മനസ്സിലാക്കി. പിന്നെ പറയണ്ടല്ലോ, വലിയൊരു ഫ്ലെയിം ത്രോവർ എടുത്ത് അങ്ങ് ഇറങ്ങി തിരിക്കുന്നുണ്ട് എല്ലാത്തിനെയും അവസാനിപ്പിക്കാൻ. അങ്ങനെ സോംബികളെ ഫോളോ ചെയ്ത് ഗുഹയിലോട്ട് എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ആ ഒരു ഫ്ലെയിം ത്രോവറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നമ്മളുടെ മെക്കും പിള്ളേരും ആണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ ആരംഭിക്കുന്നു. അങ്ങനെ എല്ലാവരും ഒളിച്ചിരിക്കാന്ന് മാത്രമല്ല, ഒരു ഗംഭീര ഒളിപ്പോരും അങ്ങ് തുടങ്ങുന്നുണ്ട്. ഫ്ലെയിം ത്രോവർ രണ്ടാമത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അങ്ങ് അറ്റാക്ക് തുടങ്ങുന്നു. പിന്നെ അവിടെ ഫുമെറ്റ്സും മനുഷ്യരും തമ്മിലുള്ള യുദ്ധം. ഇവരോരോരുത്തരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ലീ ആണെങ്കിൽ ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ആരും അറിയാണ്ട് മോക്ക് ഈ ഗുഹയിലോട്ട് കയറുന്നത്. ഇതേ സമയം ചോരയുടെ മണം കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മേല് മൊത്തം ചളിവാരി തേച്ച് ഒളിപ്പോരിനിറങ്ങുന്നുണ്ട് ലീ. എന്നാൽ കഷ്ടകാലത്തിന് ഫ്ലെയിം ത്രോവറിനകത്ത് ചെളി ഒടുങ്ങുന്നു.
പിന്നെ പറയണ്ടല്ലോ, മെക്കും ടീംസും കൂടെ അവനെ അങ്ങ് പൊതിയുന്നുണ്ട്. സോ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെ കൊല്ലാൻ വന്നവരും സോംബികളായിട്ട് മാറി, ഇൻക്ലൂഡിങ് ലീയും പിള്ളേരും ആണെങ്കിൽ വിശപ്പിന്റെ അങ്ങേ അറ്റത്താ. കാരണം അവരിപ്പോൾ ഇൻഫെക്റ്റ് ആയിട്ടേ ഉള്ളൂ. അങ്ങനെ അവർ പുറത്ത് കിടക്കാൻ നോക്കുന്നു. അവർ മാത്രമല്ല, നമ്മളുടെ മെക്കും ടീംസും പുറത്ത് കിടക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് ആ ഫ്ലെയിം ത്രോവർ മോക്കിന്റെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ മോക്ക് മെക്കിനും ടീംസിനും നേരെ ഇതും പിടിച്ചങ്ങ് നിൽക്കുന്നുണ്ട്, അതും കരഞ്ഞോണ്ട്. പുള്ളിക്കാരനറിയാം ഓൾറെഡി ഇൻഫെക്റ്റ് ആയവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് തുടർന്നാൽ എല്ലാം അവസാനിക്കും. സോ ഇത് എന്നേക്കുമായിട്ട് നിർത്താനാ മോക്കിന്റെ പ്ലാൻ. ആ ഒരു കറക്റ്റ് സമയത്താണ് മെക്കിന് സെൽഫ് കൺട്രോൾ കിട്ടാൻ തുടങ്ങുന്നത്. സോ അവന് മനസ്സിലായി ഇവരില്ലാണ്ടായാൽ മാത്രമാണ് ഈ ലോകം സേഫ് ആവുമെന്ന്. സോ ഇത്രയും നേരം ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ മോക്കിന് മെക്കൊരു സെല്യൂട്ട് അടിക്കുന്നു. അങ്ങനെ മോക്ക് കരഞ്ഞോണ്ട് ആ ഫ്ലെയിം ത്രോവർ അങ്ങ് യൂസ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും കത്തി നശിക്കാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്താണ് ലീയും പിള്ളേരും കൂടെ പുറത്ത് കിടക്കാൻ നോക്കുന്നത്. എന്നാൽ മെക്കും ടീംസും കൂടെ തീയൊടുക്കനെ അവരെ അങ്ങ് പിടിച്ചു വെക്കുന്നു. സോ അവരും തീർന്നു. ഇനി ആകെ കൂടെ ബാക്കിയുള്ള മോക്ക് മാത്രമാണ്. അങ്ങനെ അവസാനം ആ ഒരു തീയിലേക്ക് ചാടി അവൻ സൂയിസൈഡ് ചെയ്യുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ കാരണമായിരിക്കും ഈ ലോകം നശിക്കാൻ പോകുന്നത്. സോ എന്നേക്കുമായിട്ട് എല്ലാം അവസാനിപ്പിച്ചു ആ ഒരു ഗുഹക്കകത്ത് വെച്ച്. ഇനിയിപ്പോൾ ഡീജനറേഷനിലൂടെ ചെടികളെല്ലാം വളരാൻ തുടങ്ങിയാലും അത് ഈ ഗുഹക്കകത്തായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ചാണ് ഈ സിനിമ അങ്ങ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.